ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു നെക്ലസും ഇയറിങ്സും ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള മാങ്ങാമാല ഡിസൈനിലുള്ള ഒരു നെക്ലസ്സാണ്, ലോങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതിനാവശ്യമായിട്ടുള്ള ബീഡ്സ് ഉണ്ടാക്കിയെടുക്കാം. ബീഡ്സിന് ഞാനിതുപോലെ മോൾഡ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ലോങ് നെക്ലസ് ആയതുകൊണ്ട് ഒരു 60ഓളം ബീഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ഇതിൽ 2 ഹോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒറ്റ ഹോൾ ചെയ്തിട്ട് ത്രെഡ് കോർക്കണമെങ്കിൽ ഇത് ഇങ്ങനെ ബീഡ്സ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ 2 ഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 60 പീസത്തോളം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആവും. അതുകൊണ്ട് ഞാനൊരു 1-2 ബീഡ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇത് ഞാൻ ജിമിക്കി മോൾഡ് യൂസ് ചെയ്തിട്ടാണ് ജിമിക്കി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലേ റിമൂവ് ചെയ്യാനാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതുപോലെ ടൂൾ വേണമെന്നില്ല. പെന്നിൻ്റെ ബാക്ക് സൈഡോ എന്തെങ്കിലും റൗണ്ടായിട്ടുള്ള എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സസ് ക്ലേ ഒക്കെ മുകളിലേക്ക് വരും. പിന്നെ നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. കയ്യിലെടുത്ത് ക്ലേ റിമൂവ് ചെയ്യണേലും കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുമല്ല, ഉള്ളിൽ നല്ല റൗണ്ടായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്കത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. നല്ല റൗണ്ടായിട്ട് കിട്ടും. പിന്നെ കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ജിമിക്കി വലുതാണ്, പക്ഷെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജിമിക്കിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി ഞാൻ ഹാങ്ങിങ് ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. ബീഡ്സ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. കുറച്ച് ഡ്രൈ ആണെങ്കിലാണ് നമുക്കിങ്ങനെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നന്നായിട്ട് ഫയർ ചെയ്തെടുത്തിട്ടുള്ള ബീഡ്സാണ്. അതുകൊണ്ട് ഡയറക്റ്റ് ഞാൻ ഗോൾഡൻ കളർ തന്നെ അപ്ലൈ ചെയ്യുന്നതിന് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ കൂടുതൽ ബ്ലാക്കിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ജസ്റ്റ് നേരെ തന്നെ ഗോൾഡൻ കളർ അപ്ലൈ ചെയ്യുന്നതാണ്. ഗോൾഡിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഗോൾഡിൻ്റെ ഡസ്റ്റും പിന്നെ അക്രീലിക്കിൻ്റെ ഗോൾഡൻ കളറും കുറച്ച് ഇന്ത്യൻ റെഡ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രൗണിഷ് ഒരു കളർ കിട്ടും. അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ കളറ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെ ഫ്രണ്ടും ബാക്കും ഞാൻ കളർ ചെയ്ത് കഴിഞ്ഞു. ഒരു 2 കോട്ട് കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2 കോട്ട് കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ജിമിക്കിയിലും കളർ ചെയ്ത് കൊടുക്കാം. ഇതിലും ഞാൻ ഡയറക്റ്റ് തന്നെ അപ്ലൈ ചെയ്യുന്നതാണ്.
ഞാനിത് ആദ്യം തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണതാണ്. അപ്പോൾ അതല്ലെങ്കിൽ വാർണിഷ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ 2 നിക്രോം വയർ യൂസ് ചെയ്തിട്ട് പിന്നെ ലോക്ക് ബീഡ്സും യൂസ് ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി വാർണിഷ് ചെയ്യും. വാർണിഷ് ഞാൻ ഡെക്കറിൻ്റെ വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോട്ട് അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് അടുത്ത കോട്ടും കൂടി അപ്ലൈ ചെയ്യാം. അതിൽ കളർ ഞാൻ യൂസ് ചെയ്യുന്നത് ഗ്രീനും റെഡും ആണ്. അപ്പോൾ അതിൻ്റെ കുന്തൻ സ്റ്റോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള കളർ അനുസരിച്ച് സ്റ്റോൺ യൂസ് ചെയ്യാം. ഹൈലൈറ്റിന് വേണ്ടിയിട്ട് പേൾ മെറ്റാലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഡോട്ടായിട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.